Hello students. Today we are going to study Module 1 Integral Calculus. This module consists of 4 sections. First section volumes using cross sections. Second section volume using shell method. Third section length of plane curve. And last section area of surface of revolution. In the first section volumes using cross section, we find volume using 3 methods. First, volume by slicing. Second, volume using disk method. And third, volume using washer method. നമ്മൾ പ്ലസ് ടുവിന് ഏരിയ ബിറ്റ്വീൻ കർവ്സ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് പറയുന്നത്? y ഈക്വൽ എഫ് എക്സ്, y ഈക്വൽ ജി ഓഫ് എക്സ്. അങ്ങനെ രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ഫങ്ഷൻ ക്ലോസ് ഇന്റർവൽ എ ബിക്കകത്തുള്ളത്. ആ റീജിയനില് ആ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണ്. നമ്മളത് പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഐഡിയ വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വോളിയം യൂസിങ് സ്ലൈസിംഗ് ഉണ്ട്, ഡിസ്ക് മെത്തേഡ് ഉണ്ട്, വാഷർ മെത്തേഡ് ഉണ്ട്, അടുത്ത സെക്ഷനിൽ ഷെൽ മെത്തേഡ് ഉണ്ട്. അപ്പൊ 4 മെത്തേഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പം നമുക്കൊരു ഷേപ്പ് തന്നിരിക്കുകയാണ്, സോളിഡ് ഷേപ്പ് തന്നിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു സ്ക്വയർ പിരമിഡ് അല്ലെങ്കിൽ ഒരു വെഡ്ജ് അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ സ്ലൈസിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ആക്സിസിന് ചുറ്റും ഒരു കർവോ അല്ലെങ്കിൽ 2 കർവോ റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സോളിഡിന്റെ വോളിയം ആണെങ്കിൽ നമ്മൾ ഡിസ്ക് മെത്തേഡ്, വാഷർ മെത്തേഡ്, ഷെൽ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കർവ് തന്നിട്ട് അത് ഒരു ആക്സിന് ചുറ്റും റിവോൾവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡിസ്ക് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. 2 കർവ് തന്നിട്ട് ഒരു ആക്സിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാഷർ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഷെൽ മെത്തേഡ് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കും. അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് വോളിയം ബൈ സ്ലൈസിങ്ങും വോളിയം ബൈ ഷെൽ മെത്തേഡും വോളിയം യൂസിങ് ഡിസ്ക് മെത്തേഡും വോളിയം യൂസിങ് വാഷർ മെത്തേഡും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തത് വോളിയം യൂസിങ് ക്രോസ് സെക്ഷൻ. അപ്പൊ നമുക്ക് വോളിയത്തിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. വോളിയം എന്ന് പറയാൻ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടറിന്റെ വോളിയം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? പൈ ആർ സ്ക്വയർ എച്ച് എന്നാ പറയുന്നത്. ആ പൈ ആർ സ്ക്വയർ എന്താണ്? അതിന്റെ ബേസിലുള്ള സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പം വോളിയം എന്ന് വെച്ചാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു റെഗുലർ സോളിഡ് ആണെങ്കിൽ, ഇപ്പൊ ഒരു സിലിണ്ടർ ആണെങ്കിൽ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഒരു ക്യൂബോയിഡ് ആണെങ്കിലും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ക്യൂബോയിഡിന്റെ ബേസ് എന്താണ്? റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ബേസ് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. LBH ആണ് എന്താ? വോളിയം ഓഫ് ക്യൂബോയിഡ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോളിയം ബൈ സ്ലൈസിങ് അതിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. Volume of a solid of integrable cross-section area A of x from x equal a to x equal b is integral a to b a of x dx. അതായത് നമുക്കൊരു സോളിഡിന്റെ വോളിയം ആ ചോദിച്ചെങ്കിൽ നമ്മൾ ആ സോളിഡിനെ ചെറിയ സ്ലൈസ് ആക്കുക. എന്നിട്ട് ഒരു സ്ലൈസ് എടുത്തിട്ട് ആ സ്ലൈസിന്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഏരിയ ആ സോളിഡിന്റെ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ അല്ലെങ്കിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. അതാണ് വോളിയം ബൈ സ്ലൈസിങ്ങിന്റെ ഐഡിയ. അപ്പൊ അവിടെ 4 സ്റ്റെപ്പാണ് പറയുന്നത്. സ്കെച്ച് ദ സോളിഡ് ആൻഡ് എ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആ സോളിഡ് വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു സ്ലൈസ് ആക്കുന്ന പോർഷനിലെ ക്രോസ് സെക്ഷൻ അത് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് എ ഓഫ് എക്സ്, ആ നമ്മൾ ടിപ്പിക്കൽ ക്രോസ് സെക്ഷന്റെ ഏരിയ കണ്ടുപിടിക്കുക. Then third sub, find the limits of integration.
ആ ലിമിറ്റിന്റെ ഇന്റഗ്രേഷൻ, ആ ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സ് നമ്മൾ നോക്കുക. ഫോർത്ത്, ഇന്റഗ്രേറ്റ് എ ഓഫ് എക്സ്. അതാണ് 4 സ്റ്റെപ്പ് നമുക്കുള്ളത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ പിരമിഡ് 3 meter height has a square base that is 3 meter on a side. The cross section of the pyramid perpendicular to the altitude x meter down from the vertex is a square x meter on a side. Find the volume of the pyramid. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു പിരമിഡ് ആണ്. ആ പിരമിഡിന് 3 meter ഹൈറ്റ് ഉണ്ട്. അതിന്റെ ബേസ് സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് 3 meter ആണ്. ഇനി പറഞ്ഞേക്കാണ് എക്സ് മീറ്റർ മാറി നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുവാണെങ്കിൽ അവിടെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സ്ക്വയറിന്റെ ഒരു സൈഡും എക്സ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ ഇതാണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എക്സ് ആക്സിസും വൈ ആക്സിസും ഇങ്ങനെ വരച്ചത്. അപ്പൊ ഇവിടുന്ന് 3 meter ഹൈ ആണ്. അതിന്റെ ഓരോ സൈഡും, സ്ക്വയറിന്റെ ഓരോ സൈഡും 3 meter ആണ്. ഇനി പറഞ്ഞേക്കാണ് ഇവിടെ നിന്ന് എക്സ് ദൂരം മാറി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് ദൂരം മാറി ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടും. ആ സ്ക്വയറിന്റെ ഒരു സൈഡും എക്സ് ആണെന്ന് ക്വസ്റ്റിന് തന്നെ ഉണ്ട്. ഇനി നമ്മൾ സ്ലൈസിങ് മെത്തേഡ് വഴി ചെയ്യുന്ന എന്താണ്? നമുക്കൊരു ക്രോസ് സെക്ഷൻ കിട്ടി. ആ ക്രോസ് സെക്ഷനിൽ കിട്ടുന്ന ഏതാണ്? സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ ആദ്യമേ പടം വരച്ചു, എന്നിട്ട് ആ ക്രോസ് സെക്ഷൻ വരച്ചു, അതിനുശേഷം ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. ഇനി ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അതെന്താണ് നോക്കിക്കേ. 0 തൊട്ട് 3 വരെയാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 3. ഇനി എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യുക. വോളിയം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3 എ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇന്റഗ്രൽ 0 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ് 0 to 3 അത് 9 ആണ്. അപ്പോഴും നമുക്ക് ആൻസർ 9 meter ക്യൂബ്. നമ്മൾ യൂണിറ്റ് എഴുതാൻ ശ്രദ്ധിക്കണം. വോളിയം ആയതുകൊണ്ട് മീറ്റർ ക്യൂബ് ആണ്. നമുക്ക് മീറ്ററിനോ സെന്റിമീറ്ററിനോ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ക്യൂബിക് യൂണിറ്റ് എന്ന് എഴുതും, അല്ലെങ്കിൽ യൂണിറ്റ് ക്യൂബ് എന്ന് എഴുതും. ഇവിടെ നമുക്ക് മീറ്റർ എന്ന് തന്നത് കൊണ്ട് നമ്മൾ 9 meter ക്യൂബ് എന്ന് എഴുതും. അപ്പൊ വോളിയം എന്ന് പറയുന്നത് 9 meter ക്യൂബ് ആണ്. ചെയ്യുന്ന മനസ്സിലായല്ലോ. നമുക്ക് ഒരു സോളിഡ് തന്നു, ആ സോളിഡ് നമ്മൾ വരയ്ക്കുന്നു, എന്നിട്ട് ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുന്നു. ഒരു എക്സ് ദൂരം മാറി അത് മാർക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ആണ് കിട്ടിയത്. എന്നിട്ട് എന്താ? ആ ടിപ്പിക്കൽ ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കുക. സ്ക്വയറിന്റെ ഏരിയ എന്ന് വെച്ചത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അതായത് എക്സ് ഇൻറ്റു എക്സ് ആണ്, എക്സ് സ്ക്വയർ. അതിനുശേഷം ആ സ്ക്വയർ എവിടെ തൊട്ട് എവിടെ വരെ പോകും? ഈ സ്ക്വയർ ഇങ്ങേ അറ്റം മുതൽ 0 തൊട്ട് 3 വരെ നമ്മൾ മൂവ് ചെയ്താല് ഫുൾ റീജിയൻ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 0 ടു എക്സ് ഈസ് ഈക്വൽ ടു 3. എന്നിട്ട് നമ്മൾ വോളിയം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3 എ ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുമ്പോൾ 9 meter ക്യൂബ് എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. പല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട്, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. എ കർവ്ഡ് വെഡ്ജ് ഈസ് കട്ട് ഫ്രം എ സർക്കുലർ സിലിണ്ടർ of radius 3 by 2 planes. One plane is perpendicular to the axis of the cylinder. The second plane crosses the first plane at a 45-degree angle at the center of the cylinder. Find the volume of the wedge. അപ്പം ക്വസ്റ്റ്യന് ഒരു കർവ്ഡ് വെഡ്ജ് ആണ് തന്നേക്കുന്നത്. ആ വെഡ്ജ് എങ്ങനെ ഫോം ചെയ്ത്? ഒരു സർക്കുലർ സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ റേഡിയസ് 3 ആണ്. ആ കർവ്ഡ് വെഡ്ജിന്റെ ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് സിലിണ്ടർ എന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഒരു സിലിണ്ടർ ആയിരുന്നു. ആ സിലിണ്ടറിന്റെ താഴത്തെ ഇവിടെ ഒന്ന് വെച്ച് കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു കട്ട് ചെയ്ത പോർഷൻ ആണ് ഇത്. എന്നിട്ട് എന്തോ പറഞ്ഞേ?
second plane crosses the first plane at a 45-degree angle at the center of the cylinder. ആ സിലിണ്ടറിന്റെ സെന്റർ ഇവിടെ ആണ്. അവിടുന്ന് 45 ചരിച്ച് കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു വെഡ്ജ് ആണ് കിട്ടുന്നത്. ആ വെഡ്ജിന്റെ ഏരിയ ആണ് വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഫിഗർ വരച്ചു. ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു വെഡ്ജ് വരച്ചു. 0. ആ സിലിണ്ടറിന്റെ റേഡിയസ് 3 ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? x² + y² = 9 ആണ്. അപ്പൊ ആ സിലിണ്ടറിന്റെ ഒരറ്റം -3 മറ്റേ അറ്റം 3 ആയിരിക്കും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 45 അല്ലേ? 45 ആവുമ്പോ എന്താ? tan 45 1 ആണ്. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ വെഡ്ജ്. ആ വെഡ്ജിന്റെ ഈ 0യിൽ നിന്ന് x ദൂരം മാറി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു റെക്റ്റാങ്കിൾ ആണ് കിട്ടുന്നത്. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടുന്ന് x ദൂരം മാറിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് x കിട്ടും. കാരണം എന്തുവാ? 45 അല്ലേ? tan 45 1 അല്ലേ? tan 45 എന്ന് വെച്ചാൽ എന്തോ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ? അപ്പൊ x/x ചെയ്താലേ 1 കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ഏത് ദൂരമാണോ അതേ ദൂരം തന്നെ വേണം ഇവിടെ. അപ്പം x ദൂരം ആണെങ്കിൽ ഇതും എന്താണ്? x. അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ടിപ്പിക്കൽ ക്രോസ് സെക്ഷന്റെ ഇങ്ങേയറ്റം നോക്കുക. ഇങ്ങേയറ്റവും അങ്ങേയറ്റം ആ നമ്മുടെ സിലിണ്ടറിൽ ഏത് ഭാഗത്താണെന്ന് നോക്കുക. സിലിണ്ടറിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്തുവാ? x² + y² = 9 ആണ്. അതിന് നമുക്ക് y = എന്ന് പറഞ്ഞ് കൊണ്ടുവരണം. അപ്പൊ എന്താണ്? y² = 9 - x² ആണ്. y ഈക്വൽ എന്താ? +or- √9 - x². അപ്പൊ നമുക്ക് രണ്ട് വശത്തെയും കിട്ടി. ഇവിടെ എന്താണ്? ഈ വശത്ത് -√9 - x²ഉം അങ്ങേ വശത്ത് √9 - x² കിട്ടി. ഇത്ര കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താണ്? നമുക്ക് ആ ക്രോസ് സെക്ഷന്റെ ഏരിയ കിട്ടിയാൽ മതി. അതെന്താണ്? അതൊരു റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഈ ലെങ്ത്, ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ ഈ ദൂരം. ആ ദൂരം തന്നെയാണ് ഇത്. അപ്പം ബ്രെഡ്ത്ത് എന്തോ കിട്ടിയ x ആണ് മനസ്സിലായി. ഇനി ലെങ്ത് എന്തുവാന്ന് നോക്കാം. ഇതെന്താണ്? 0 ആണ്. ഇവിടെ എന്താണ്? -√9 - x². ഇവിടെ എന്തായിരിക്കും? +√9 - x². അപ്പം ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം എന്താണ്? 2 × √9 - x² ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കിട്ടി. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x √9 - x² കിട്ടും. ഇനി ഈ റെക്റ്റാങ്കിൾ അല്ലേ? ഈ റെക്റ്റാങ്കിൾ നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെ കൊണ്ടുപോകണം? ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കൊണ്ടുപോകണം. അതായത് 0 തൊട്ട് 3 വരെ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ലിമിറ്റ്. x = 0 to x = 3. അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ a to b a(x) dx ആണ്. അതായത് ഇന്റഗ്രൽ 0 to 3 a(x) എന്താണ്? 2x × √9 - x² dx. അപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. 9 - x² u എന്ന് കൊടുത്തു. രണ്ട് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ du = -2x dx. അപ്പൊ നമുക്ക് 2x dx മതി. അപ്പൊ 2x dx എന്ന് വെച്ചാൽ എന്തോ? -d. എന്നിട്ട് യുവിന്റെ ലിമിറ്റ് നോക്കുക. യുവിന്റെ ലിമിറ്റ് എന്തുവാ? 0 to 9. ഇവിടെ ഇപ്പൊ അല്ലാതെ ഡയറക്റ്റാ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എന്താണ്? √x ഇന്റഗ്രൽ എന്താണ്? x⁻³ / 3/2 അതായത് 2/3 √2/3 x⁻³ അല്ലേ? അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടും? ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ആൻസർ 18 ആണ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ് എ പാർട്ടിൽ എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാവലറീസ് പ്രിൻസിപ്പിൾ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. കാവലറീസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് solids with
equal altitudes and identical cross-section areas at each height have the same volume. അതായത് നമുക്ക് സോളിഡ്സ് രണ്ട് സോളിഡ് തരികയാണ്, അതിന് ഈക്വൽ ഓൾട്ടിറ്റ്യൂഡും അതിന് ഐഡന്റിക്കൽ ക്രോസ് സെക്ഷൻ ഏരിയാസ് അറ്റ് ഈച്ച് ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും രണ്ട് സോളിഡിനും സെയിം വോളിയമാണ്. അപ്പൊ അതാണ് വോളിയം ബൈ സ്ലൈസിങ്.